ഓക്കെ, ഇൻ്റഗ്രൽസ് എനിക്ക് തോന്നുന്നത് പാർട്ട് 13 അല്ലെ പാർട്ട് 14 കറക്റ്റ് ഓർമ്മയില്ല. നമുക്ക് ഏതായാലും ചെയ്ത് നോക്കാം. ഈ ഒരു ക്വസ്റ്റൻ ഇൻ്റഗ്രൽ (e⁻x ഇൻറ്റു മറ്റേ sin x പ്ലസ് cos x. എനിക്ക് തോന്നുന്നു ഈ ക്വസ്റ്റൻ ഏകദേശം എന്താണ്, നമ്മളിവിടെ ഒരു ക്വസ്റ്റൻ നമ്മൾ ചെയ്തായിരുന്നില്ല. ഇൻ്റഗ്രൽ (e⁻x ഇൻറ്റു f(x) പ്ലസ് f'(x) ds ൽ (e⁻x) f(x) ഡയറക്റ്റ് നമുക്ക് ആൻസർ ചെയ്താൻ പറ്റുന്ന ആ രീതിയിലേക്ക് ഇത് വരുന്ന എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് അതിൽ നോക്കി നോക്കാം എന്താണ്. അപ്പോൾ ലെറ്റ് ഐ ഈസ് ഈക്വൽ ടു എന്താണ്, ഇൻ്റഗ്രൽ (e⁻x ഇൻറ്റു sin x പ്ലസ് cos x). ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ പറയുന്ന sin x-നെ നമുക്ക് f(x) എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അതേപോലെ f'(x). അപ്പോൾ sin x-ൻ്റെ ഡെറിവേറ്റീവ് എന്നാ cos x. അപ്പോൾ അതാണ് ഐ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ. അതായത് ഈ പറഞ്ഞ എന്താണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇത് f(x) ആണെങ്കിൽ ഇതിൻ്റെ പ്ലസ്സിൽ എന്താ ഉള്ളത്, f'(x) ആയുള്ളത്. ലൈക്ക് ഇതൊരു ഫംഗ്ഷന്, പക്ഷേ എന്താണ് പ്ലസ്സിൽ എന്തുണ്ട്, അതിൻ്റെ ഡെറിവേറ്റീവാണ് ഇവിടെ ഇങ്ങനെ കിടക്കുന്നത്. sin x-ൻ്റെ ഡെറിവേറ്റീവ് cos x. അപ്പോൾ എന്താ ഇത് ഏത് ഫോർമല്ലായി, e⁻x ഇൻറ്റു f(x) പ്ലസ് f'(x). അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടി, e⁻x ഇൻറ്റു എന്താണ് f(x). അതായത് ഐ ഈസ് ഈക്വൽ ടു f(x) എന്ന് പറയുന്നത് sin x. അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു e⁻x ഇൻറ്റു എന്താണ് sin x പ്ലസ് c. അപ്പോൾ ഇതായിരിക്കും ഈ ക്വസ്റ്റിന് ആൻസർ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ഫോർമുല അറിയെങ്കിൽ, ഈ ഒരു ഫോർമുല കൃത്യമായിട്ട് അറിയെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാം, ഇൻ്റഗ്രേറ്റ് പോലും ചെയ്യാൻ ആൻസർ ഡയറക്റ്റ് ഇങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും. അതാണ് ഈ ക്വസ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇതേതായാലും കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി വെക്കാം. ഇത് ഏകദേശം അതേപോലത്തെ ഒരു e⁻xൻ്റെ f(x) പ്ലസ് f'(x) ആയതുകൊണ്ട് ഇതിൽ ഈ ഒരു ഫോർമുലയിൽ ഞാൻ അധികം ചോദ്യം ചെയ്യുന്നില്ല. കാരണം നമ്മൾ എന്താണ് ഒന്ന് കൂടുതൽ അല്ല, ഒരേ ക്വസ്റ്റ്യൻ തന്നെ ഒരേ ടൈപ്പിലെ പ്രോബ്ലം തന്നെ കുറേ പ്രാവശ്യം ചെയ്തതിനെ കൊണ്ടൊന്നും റിസൾട്ട് എന്തായാലും ഉണ്ടാകുന്നില്ല. പല വെറൈറ്റീസ് ഓഫ് പ്രോബ്ലംസ് പ്രത്യേകിച്ച് ഇൻ്റഗ്രൽസ് തന്നെ പഠിക്കുമ്പോഴാണ് നമുക്ക് ഇതിന് ഏത് ചോദ്യം വന്നാലും ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് മാക്സിമം വെറൈറ്റിയാണ് നമ്മളെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇൻ്റഗ്രൽ അപ്പോൾ നമ്മൾ വീണ്ടും എന്താണ് ഒരു ട്രിഗ്നോമെട്രിൻ്റെ ചോദ്യത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അതായത് ട്രിഗ്നോമെട്രിക് എന്താണ് പ്രോപ്പർട്ടിയിൽ ഉപയോഗിക്കേണ്ട e⁻x ഇൻറ്റു 1 പ്ലസ് sin x ഡിവൈഡ് ബൈ 1 പ്ലസ് cos x. അപ്പോൾ നമുക്ക് നോക്കാം അവിടെ ഏത് ട്രിഗ്നോമെട്രി ഐഡൻറ്റിറ്റി ഇക്വേഷനിൽ ഉപയോഗിക്കേണ്ടി വരിക. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്ത് ഈ 1 പ്ലസ് cos x-നെ ഇവിടെ രണ്ടുപേർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത്, അതായത് ഡിനോമിനേറ്ററിനെ 1-ലേക്കും sin x-ലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ e⁻x ഇൻറ്റു 1 ഡിവൈഡ് ബൈ 1 പ്ലസ് cos x പ്ലസ് sin x ഡിവൈഡഡ് ബൈ 1 പ്ലസ് cos x. അപ്പോൾ നമുക്ക് ഏതായാലും ഇവിടെ കുറച്ച് അൽക്കുത് ബിനാനി കളി കളിക്കാനുണ്ട്. നമുക്ക് നോക്കി നോക്കാം. ഇൻ്റഗ്രൽ e⁻x ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ, അതായത് ഈ 1 പ്ലസ് cos x ആക്ച്വലി അതായത് 2 cos, അതായത് എന്താണ് cos 2x ഇസ് ഈക്വൽ ടു എന്താണ് 2 cos സ്ക്വയർ x മൈനസ് 1. അപ്പോൾ എന്താണ് 2 cos സ്ക്വയർ x മൈനസ് 1. അപ്പോൾ നമുക്ക് എന്താണ് cos x-ൻ്റെ വാല്യൂ ഉണ്ട്. അപ്പോൾ കോസ് ഒരു നോക്കട്ടെ, അല്ല ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്താണ് cos 2x ഇസ് ഈക്വൽ ടു 2 cos സ്ക്വയർ x മൈനസ് 1. പക്ഷേ ഇവിടെ ഇല്ലത് എന്താ, അതായത് ഇവിടെ 2x ആകുമ്പോൾ ഇവിടെ x ആവുന്നുണ്ട്. അപ്പോൾ പകുതി ആയി പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് cos x ആണല്ലോ വേണ്ടത്. cos x ആകുമ്പോൾ എന്താ, ഇത് എത്രയാണോ അതിൻ്റെ പകുതി ആയിരിക്കും ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ. അപ്പോൾ 2 cos സ്ക്വയർ, അപ്പോൾ എക്സിൻ്റെ പകുതി എത്ര, ഇതിൻ്റെ പകുതി എത്ര, എക്സിൻ്റെ പകുതി x/2, അത് ഹാഫ് ആംഗിൾ മൈനസ് 1. അതവർ എഴുതിയിരിക്കുന്നത് എന്താണ് 2 cos സ്ക്വയർ x/2. അപ്പോൾ എന്താ നിങ്ങളതിലേക്ക് ഈ 1 എളുപ്പമൊന്നുമില്ല, അത് ആ 1-ന് ഇപ്പുറത്തേക്ക് എടുത്ത്. അപ്പോൾ cos 2x പ്ലസ് 1, അല്ലെങ്കിൽ എന്താ ഇവിടെ ഇല്ലത് ഇപ്പോൾ 1 എടുത്തു കഴിഞ്ഞാൽ 1 പ്ലസ് cos x ഇക്കൽ 2 cos സ്ക്വയർ x/2. ശരി മിനിറ്റ്. ഓക്കെ, 2 cos സ്ക്വയർ x/2. അതായത് നിങ്ങൾ ആലോചിക്കുക, ഇത് 2x ആവുന്ന സമയത്ത് പകുതിയായി x. അപ്പോൾ ഇത് x ആവുന്ന സമയത്തോ അതിനും പകുതി x/2. പിന്നെന്താ മൈനസ് 1 ഇതിപ്പുറത്തേക്ക് പോയി. അപ്പോൾ അത് ആ 1 പ്ലസ് cos x പകരമാണ് നമ്മൾ എന്ത് എഴുതിയത്, 2 cos സ്ക്വയർ x/2. അപ്പോൾ എന്താ 1 ഡിവൈഡ് ബൈ 2 cos സ്ക്വയർ x/2 പ്ലസ് ഈ sin x നമുക്കൊരു കാര്യം ചെയ്യാം, 2 sin x/2 cos x/2. അപ്പോൾ ഇതെങ്ങനെയാണ് വരിക, 2 sin, അതായത് ഇത് 2 sin x cos x ഈക്വൽ ടു എന്താണ് sin 2x ആണ് നമ്മൾ പഠിച്ചതിൻ്റെ ഈക്വൽ ടു എന്താ sin 2x എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് എന്നല്ല x/2. അപ്പോൾ ഈ 2 2 ക്യാൻസൽ ആയിട്ട് എന്ത് വരും, sin x എന്ന് പറഞ്ഞിട്ട് വരും. എനിക്ക് നിങ്ങൾ ആലോചിച്ച് നോക്ക്, sin 2x എന്ന് പറയുമ്പോൾ അതിൻ്റെ ഞാൻ കാണിച്ചില്ല, sin 2x ഈക്വൽ 2 sin x എന്നാണ് cos x. അപ്പോൾ എന്താ ഇത് 2x ആകുമ്പോൾ ഇത് x ആയി, ഹാഫ് ആംഗിൾ ആയി പോയി. അപ്പോൾ ഇത് അതായത് sin x ആവുന്ന സമയത്തോ ഇതിൻ്റെ പകുതി x/2 ആവുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും, അതാണ് അവിടെ ആക്ച്വലി നടക്കുന്ന ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ഇത് x ആവുന്ന സമയത്ത് ഇവിടെ എന്താവും x/2 cos x/2. അതാണ് ഇവരുടെ എഴുതിയിരിക്കുന്നത് 2 sin x/2 cos x/2. നമ്മളിതാ വീണ്ടും നമ്മൾ ഈ 1 പ്ലസ് x cos x നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നില്ല 2 cos സ്ക്വയർ x/2. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് 2 cos സ്ക്വയർ x/2 എന്ന് എഴുതി. ഇവിടുത്തെ ഒരു 2 ക്യാൻസലായി. പിന്നെ ഇവിടുത്തെ ഒരു എന്താണ് cos x/2 ഒരു cos x/2 എന്നാണ് ക്യാൻസലായി. ഒരു എന്താണ് ഇപ്പോൾ ഇവിടെ എന്താ ബാക്കിയുള്ളത് sin x/2 ബൈ cos x/2. അപ്പോൾ ഇവിടെ എന്ത് tan x/2 എന്നുള്ളത് വരും. അപ്പോൾ ഇൻ്റഗ്രൽ
എന്താണ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു എന്താണ് അതായത് ഹാഫ്, അതായത് ഇവിടെ ഒരു 1/2 ആണെന്നല്ലേ, ഹാഫ് ഇൻറ്റു ഈ 1 cos square x by 2 എന്ന് പറയുമ്പോൾ എന്താണ്, അതായത് 1 അല്ലെങ്കിൽ എന്താ cos square x by 2 is equal to 1 sec square, അതായത് ഇതിൻ്റെ റെസിപ്രോക്കലാണ് x by 2. അപ്പോൾ ഈ sec square ഇപ്പുറത്തേക്ക് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ sec square x by 2 is equal to 1 cos square x by 2. അപ്പോൾ ഈ 1 cos square x by 2 ഒക്കെ നമുക്ക് sec square x by 2 എന്ന് എഴുതാം. അപ്പോൾ sec square x by 2 ഡിവൈഡ് ബൈ 2 പ്ലസ് എന്താണ് sin x by 2 tan x by 2 അല്ല cos x by 2 എന്ന് പറയുന്നത് tan x by 2 dx. അപ്പോൾ ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു എന്താണ് ഈ പറഞ്ഞ എന്താണ് ബൈ 1 tan x by 2 പ്ലസ് ഹാഫ് ഇതിനാ എന്താണ് ഈ tan x by 2 എന്നുള്ളത് ഫസ്റ്റ് ആയിട്ട് ആദ്യം എഴുതി പ്ലസ് ഹാഫ് ഇൻറ്റു സീക്ക് സ്ക്വയർ എക്സ് ബൈ 2. ഇനി ഇതെന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് അറിയാവാ? ഇതാ പിന്നെയും ഇതേ ഫോർമുലാണല്ലോ പിന്നെയും വരുന്നത്, ഇതിൽ സാരല്ലോട്ടെ, നമുക്ക് ഇവിടെ ട്രിഗ്നോമെട്രി കൂടി വരുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൂടി നമുക്ക് പഠിക്കാൻ പറ്റി. അപ്പോൾ എന്താ ഈ എഫ് ഓഫ് എക്സ്, അതായത് ഈ tan x by 2 കണ്ട് ഇതിനൊരു എഫ് ഓഫ് എക്സ് ആയിട്ട് എടുക്കുക. അപ്പോൾ എന്താ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും സീക്ക് സ്ക്വയർ എക്സ് ബൈ 2, പിന്നെ എന്ത് ചെയ്യണം ഈ എക്സ് ബൈ 2ൻ്റെ ഡെറിവേറ്റ് ചെയ്യുന്ന 1/2, ആ 1/2 വെച്ചിട്ട് എന്താണ് മൾട്ടിപ്ലൈ ചെയ്യണം, അതായത് 1/2 ഇൻറ്റു എന്നാണ് സീക്ക് സ്ക്വയർ എക്സ് ബൈ 2. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ സീക്ക് സ്ക്വയർ എക്സ് ബൈ 2 അതായത് ഹാഫ് ഇൻറ്റു സീക്ക് സ്ക്വയർ എക്സ് ബൈ 2. അപ്പോൾ ഇത് എഫ് ഓഫ് എക്സും ഇത് എഫ് ഡാഷ് എഫ് എക്സ് അല്ല, അതായത് ഫംഗ്ഷൻ പ്ലസ് ഇറ്റ്സ് ഡെറിവേറ്റീവ് ആണ് ഇങ്ങനെ എടുക്കുന്നത്. പിന്നെ പുറത്തൊരു മൾട്ടിപ്ലിക്കേഷൻ ഇ റൈസ് ടു എക്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഡി എക്സ് സിക്കൽ ഇ റൈസ് ടു എക്സിൻ്റെ എഫ് ഓഫ് എക്സ് നമ്മൾ കഴിഞ്ഞ 2-3 ക്വസ്റ്റൻസ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തതിനകത്ത് എന്ത് ചെയ്താൽ മതി, ഈ ഫോർമാറ്റിൽ ആൻസർ എഴുതി കൊടുത്താൽ മതി. അപ്പോൾ ഇ റൈസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്താ tan x by 2 പ്ലസ് സി, ഇതായിരിക്കും ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഇത്ര എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും ഈ ക്വസ്റ്റ്യൻ, നിങ്ങളിത് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട പോലും ആവശ്യമില്ല. എളുപ്പത്തിൽ ഈ ഫോർമാറ്റിലേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ ഇ റൈസ് ടു എക്സിൻ്റെ എഫ് ഓഫ് എക്സ് ബൈ പ്ലസ് സി എന്ന് എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടിക്കോളും. 3 മാർക്കിനായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത്, കാരണം ട്രിഗ്നോമെട്രിയിലോ ഇൻവോൾവ് ആണല്ലോ. ഞാൻ ആക്ച്വലി ക്വസ്റ്റ്യൻ ചെയ്യേണ്ടെന്ന് വിചാരിച്ചത്, കാരണം ഒരേ ഫോർമുലയാണ്. പക്ഷേ എങ്കിൽ എന്താ ഇവിടെ ട്രിഗ്നോമെട്രിക് ഏരിയ വരുന്നുണ്ട്, ഈ ട്രിഗ്നോമെട്രികളെ കൂടുതൽ തറവാക്കേണ്ടിയിട്ടാണ് എന്താണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ കാരണം. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, നമുക്ക് ഇനി പാർട്ട് 13 ആണ്, ഇനി പാർട്ട് 14 ഇനിയിപ്പോൾ അഥവാ എനിക്ക് എന്നോട് മിസ്റ്റേക്ക് കിട്ടിയത് ഇനി പാർട്ട് 14 ആണ് ചെയ്യുന്നതെങ്കിൽ എനിക്കിപ്പോൾ ഒരു പിടുത്തമില്ല, ക്വസ്റ്റ്യൻ ചെയ്ത് പോകുന്നില്ല, എത്ര പാർട്ടായെന്നൊന്നും അറിയില്ല. ഇനി ഇതിപ്പോൾ ഈ പാർട്ട് 14 ആണ്, ഇനി എന്ത് ചെയ്യുക, നമുക്ക് ഇനി പാർട്ട് 15 ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും കൂടി കാണാം. അപ്പോൾ നമുക്ക് ഏതായാലും ഇനി അടുത്തതിൽ കാണാം.